നമസ്കാരം. ഈ ആഴ്ചയിലെ പ്രധാന വാർത്താ വിശേഷങ്ങളിൽ ചിലത് അറിയാം. 7th ഡേ അപ്ഡേറ്റ്സിൽ. ഓക്കെ, കമാൺ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടു. 233 പേജുകൾ അടങ്ങുന്ന റിപ്പോർട്ടാണ് ഈ പുറത്തുവിട്ടത്. ഞെട്ടിക്കുന്ന മൊഴികളിൽ മലയാള സിനിമയിൽ കാസ്റ്റിംഗ് കൗച്ചും ലൈംഗിക ചൂഷണവും ഉണ്ടെന്ന് രേഖപ്പെടുത്തുന്നു. ലഹരി ഉപയോഗത്തെക്കുറിച്ചും പ്രധാന താരങ്ങളുടെ പവർ ഗ്രൂപ്പ് നിയന്ത്രിക്കുന്ന മേഖലയായിരിക്കുന്നതിനെ കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ബെസ്റ്റ്. ഈ സിനിമാക്കാരൊക്കെ ഇങ്ങനെയാന്ന് എത്ര വട്ടം ഞാൻ ഈ പിള്ളേരോട് പറയുന്ന. ഇനി എന്നാ കേസ് കൊടുക്കുന്നേ? പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ 2 മാസത്തിനുള്ളിൽ സിനിമാ കോൺക്ലേവ്. ഹേമ കമ്മിറ്റിക്ക് മൊഴി നൽകിയവരിൽ ആരെങ്കിലും പരാതി നൽകിയാൽ പ്രതിക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി. റിപ്പോർട്ട് പുറത്തുവിട്ടോ? വിട്ടു. നടപടിയുണ്ടോ? പരാതി തരൂ. നൈസ് മൂവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പല ആക്രമണങ്ങളെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ, പല പ്രമുഖർക്കെതിരെയും തുറന്ന ആരോപണം. സിനിമാ താരങ്ങളുടെ സംഘടന അമ്മയുടെ പ്രതികരണം റിപ്പോർട്ട് പുറത്തുവിട്ടതിനോടനുബന്ധിച്ച് നടന്നു. അഭിപ്രായങ്ങളിൽ ഭിന്നത. താനേ തിരിഞ്ഞും മറിഞ്ഞും. ജസ്ന കേസിൽ പുതിയ വെളിപ്പെടുത്തൽ. തിരോധാനത്തിന് 2 മാസം മുൻപ് ഒരു യുവാവിനോടൊപ്പം ലോഡ്ജിൽ ജസ്നയെ കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്ര നാളെ എവിടെയായിരുന്നു? സിനിമയുടെ പേരിൽ മന്ത്രിപദം പോയാൽ രക്ഷപ്പെട്ടു എന്ന് കരുതുമെന്ന് സുരേഷ് ഗോപി. എന്നാ പിന്നെ സിനിമയിൽ മാത്രമായിട്ട് ഇരുന്നാ പോരായിരുന്നോ? ദുരന്ത ബാധിതരുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ സഹായമായി വന്ന തുകയിൽ നിന്നും ബാങ്കുകൾ EMI പിടിച്ചു. ഇതേ തുടർന്ന് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. പിന്നീട് തുക തിരിച്ചു നൽകി. ഒരിച്ചിരി മനുഷ്യത്വം. ഓണത്തിന് 6 ലക്ഷം മഞ്ഞക്കാടുകാർക്ക് ഓണക്കിറ്റ് നൽകുമെന്ന് മുഖ്യമന്ത്രി. ഓണച്ചന്തകൾ സെപ്റ്റംബർ 6 മുതൽ. ഹാപ്പി ഓണം. കഴക്കൂട്ടത്ത് നിന്ന് കഴിഞ്ഞ ദിവസം കാണാതായ അസം സ്വദേശിനിയായ 13കാരി പെൺകുട്ടിയെ വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തി. 37 മണിക്കൂർ നേരത്തെ തിരച്ചിലിനൊടുവിലാണ് വിശാഖപട്ടണത്ത് നിന്ന് കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെ അങ്ങ് ഇറങ്ങി പോവാണോ? എന്റെ കൊച്ചു വല്ലതും ആയിരിക്കണം. മഴക്കെടുതി തെക്കൻ കേരളത്തിൽ ഈ ആഴ്ചയിൽ രൂക്ഷമായിരുന്നു. കൊല്ലത്തും വിഴിഞ്ഞത്തും വള്ളം തകർന്നു. മത്സ്യത്തൊഴിലാളികളെ കാണാതെയായി. എന്റെ പൊന്നു മഴ, ഇനി ഉപദ്രവിക്കല്ലേ. രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്ന സിനിമാ താരം വിജയ് തന്റെ പാർട്ടി തമിഴകം വെട്രി ഘടകത്തിന്റെ പതാക പുറത്തിറക്കി. ചിഹ്നം മാറ്റണം എന്ന് ആര് പറഞ്ഞാലും ഞങ്ങളെ ഫാൻസുകാരുടെ മാനം കാക്കണേ. സ്ട്രോങ് ആയിട്ട് നിക്കണേ അണ്ണാ. കൊൽക്കത്തയിലെ ഡോക്ടറിന്റെ കൊലപാതക കേസിൽ പ്രതി സഞ്ജയ് മാത്രം എന്ന കണ്ടെത്തൽ ശരിവെച്ച് CBI. കൂട്ടബലാത്സംഗ സാധ്യത ഇതോടെ തള്ളി. ചീഫ് ജസ്റ്റിസിന്റെ അഭ്യർത്ഥനയെ തുടർന്ന് സമരം ഉപേക്ഷിച്ച് ഡോക്ടർമാർ. ഇനി അല്പം സ്പോർട്സ് ആവാം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്നും വിരമിക്കുന്നതായി ഇന്ത്യൻ മുൻ ഓപ്പണർ ശിഖർ ധവാൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത്. ധവാൻ പോവുകയാണോ? Okay, bye.